തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ സിറ്റിംഗ് എം പി ടി.എൻ. പ്രതാപന് വേണ്ടി ചുവരെഴുത്ത്. വെങ്കിടങ്ങ് സെന്ററിലാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥി ടി.എൻ. പ്രതാപനെ വിജയിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. സൂരജ് സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ആരാണ് ഈ ചുവരെഴുത്ത് നടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയാമോ? വേണു, എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഇത്തരത്തിൽ ഈ ചുവരെഴുത്തിന് പിന്നിൽ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് വെങ്കിടങ്ങ് സെന്ററിൽ മാത്രമല്ല, മണ്ഡലത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ചുവരെഴുത്തുകൾ വ്യാപകമായി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതാപൻ തുടരും, പ്രതാപത്തോടെ എന്ന മുദ്രാവാക്യം ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചുമരെഴുത്തുകളാണ്. അതിൽ കൈപ്പത്തി ചിഹ്നം ഉൾപ്പെടെ വരച്ചിട്ടുണ്ട്. നിലവിലെ സിറ്റിംഗ് എം പി ആയ ടി.എൻ. പ്രതാപൻ മത്സരിക്കുമെന്ന സൂചനകൾ നിലനിൽക്കെയാണ് ഇപ്പോൾ എന്തായാലും ഈ പ്രതാപന് വേണ്ടി ഇപ്പോൾ ഈ പ്രചരണം തുടങ്ങിയിരിക്കുന്നത്. നിലവിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്ന സുരേഷ് ഗോപിക്കായി മണ്ഡലത്തിൽ വിവിധ ഇടങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചുമരെഴുത്തുകൾ ഉൾപ്പെടെ സജീവമായിരുന്നു. ചതിക്കില്ല എന്ന് ഉറപ്പെന്ന മുദ്രാവാക്യത്തോടു കൂടി സുരേഷ് ഗോപിക്ക് ചുമരെഴുത്തുകൾ സജീവമായി മണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നിലവിലെ സിറ്റിംഗ് എം പി ആയ ടി.എൻ. പ്രതാപന് വേണ്ടി മണ്ഡലത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഈ ചുമരെഴുത്തുകൾ സജീവമായിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ ചുമരെഴുതിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഇത്തരത്തിൽ ഈ ചിഹ്നം ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഈ ചുമരെഴുത്തിന് പിന്നിലുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേണു, സൂരജ്, പ്രധാനമന്ത്രി വരികയാണ്. അതുകൊണ്ട് ഒരർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് തന്നെ ബി.ജെ.പി കടക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണോ കോൺഗ്രസ് ക്യാമ്പും സജീവമാകുന്നത്? അത്തരത്തിൽ തന്നെയാണ് വേണു നോക്കിക്കാണേണ്ടത്. കാരണം ബി.ജെ.പി സ്ഥാനാർത്ഥി ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രചാരണം വലിയ രീതിയിൽ ജില്ലക്കകത്ത് സജീവമാകുന്നു. പ്രധാനമന്ത്രി രണ്ടാം തവണയും തൃശ്ശൂരിലെത്തി ഈ പ്രചാരണ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഈ കോൺഗ്രസ് തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഇത്തരത്തിൽ ടി.എൻ. പ്രതാപനെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രചാരണം. അതിൽ എടുത്തു പറയേണ്ടത് ഈ കൈപ്പത്തി ചിഹ്നം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചാരണത്തിലേക്ക് കടന്നു എന്നുള്ളതാണ്. കാരണം ചിഹ്നം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രചാരണമൊക്കെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മാത്രം കണ്ട് ഒരു രീതിയാണുള്ളത്. പക്ഷേ അതിനപ്പുറം കടന്നുകൊണ്ട് ഈ കൈപ്പത്തി ചിഹ്നത്തിൽ ടി.എൻ. പ്രതാപൻ വീണ്ടും മത്സരിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു. കാരണം ഈ യു.ഡി.എഫ് ക്യാമ്പിനെ സംബന്ധിച്ച് ഈ പ്രചാരണത്തിൽ ഉൾപ്പെടെ ഈ പിന്നോക്കം പോയി എന്ന് കരുതുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ബി.ജെ.പി സ്ഥാനാർത്ഥി മുന്നിൽ നിന്നുകൊണ്ട് ഈ പ്രചാരണം നയിക്കുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ എന്തായാലും ഇത്തരത്തിൽ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.